അല്ല ഇത് എപ്പ ഇറങ്ങി അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യം വന്നായി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. പോലീസ് അടിച്ചാ അയ്യോ അമ്മേ എന്നെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞു താൻ കാരണത് എന്തിനാണ്? കൈക്കൊണ്ടില്ല ഒരു പ്രശ്നമില്ല. ആ കുഴൽപ്പണക്കാരൻ ഇടിച്ചു കൂട്ടത്തില് വിവരം കെട്ടാ പോലീസുകാരന്റെ കൈ എന്റെ ഇവിടെ കൊണ്ടുപോകുന്ന ഒരു സംശയം. ഭാഗ്യത്തിന് വേദനിച്ചില്ല. എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം അല്ലേ? വാ. എന്റെ നല്ലൊരു അനുഭവമാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. അത് എല്ലാവരും എക്സ്പീരിയൻസിന്റെയാണ്. ഒരു കണക്കിൽ എക്സ്പീരിയൻസിന്റെയാണ്. ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്, ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? കുഴപ്പമൊന്നുമില്ല. സ്പീഡില്ല മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സൗകര്യമുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഈ കയറാൻ പാടില്ല. ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇനി നമ്മൾ പഠിച്ചു പോയി. ഗുഡ് ബൈ. ഫുഡ് ഉണ്ട്. ഒരു ഉറപ്പമില്ല. അങ്ങനത്തെ എൻജോയ് അങ്ങനെ കേസ് സംബന്ധിച്ച് ആരും പറയാൻ പറ്റില്ല. നല്ല ഫ്രീഡം ഇല്ല. ബാക്കിയെല്ലാം ഉണ്ട്. ഓ മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ? നാളെ മുതൽ പുതിയൊരു ആറാട്ടനായിട്ട് മാറുമോ? പുതിയ ആറാട്ടനെ കാണാം. നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകൊടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരയടി. അതായിരുന്നു എന്റെ ഒരു രീതി. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ടെന്ന്. സത്യമായിട്ടും ഞാൻ ക്ലീനായി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. മാറ്റങ്ങൾ നല്ലതാണ്. മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ.